പ്രപഞ്ചത്തിൻ്റെ കാണാ കാഴ്ചകൾ കാണാനും പ്രപഞ്ചത്തിൻ്റെ കഴിഞ്ഞുപോയ കാഴ്ചകളെ ഒപ്പിയെടുക്കാനും നാം അയച്ച ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. സൺ ഫോർമുലയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 25 നാസ വിക്ഷേപിച്ച അതിനൂതനമായ ഒരു ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 75,000 കോടി രൂപയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത ദൂരത്തിൻ്റെ ഏകദേശം 4 മടങ്ങ് ദൂരത്തിലാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഏകദേശം 3,84,400 കിലോമീറ്ററാണുള്ളത്. എന്നാൽ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ ദൂരത്താണുള്ളത്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിൻ്റ് 2 ഇതുള്ളത്. ഈ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം പരസ്പരം ക്യാൻസലാകുന്ന സ്ഥലമാണ് ലഗ്രാഞ്ച് പോയിൻ്റ് 2. അതുകൊണ്ട് ജെയിംസ് വെബിന് ഒന്നിൻ്റെയും ആകർഷണമില്ലാതെ ഭൂമിയുടെ കൂടെ തന്നെ സൂര്യനെ ചുറ്റാൻ സാധിക്കുന്നതാണ്. ഇത്രയും ദൂരത്തായതിനാൽ തന്നെ ജെയിംസ് വെബിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാർ സംഭവിച്ചാൽ മനുഷ്യർക്ക് അവിടെ ചെന്ന് റിപ്പയർ ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പല തവണ പരീക്ഷിച്ച് ഒരു തരത്തിലും തകരാറുകൾ സംഭവിക്കാത്ത തരത്തിൽ അത്രയ്ക്ക് സൂക്ഷ്മതയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 550 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹബിൾ ടെലസ്കോപ്പിന് തകരാർ സംഭവിച്ചാൽ മനുഷ്യന് അത് ശരിയാക്കാൻ സാധ്യമാണ്. ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ പ്രധാന മിറർ 18 ഷഡ്ഭുജ ദർപ്പണങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്. ഇതിൻ്റെ ആകെ വ്യാസം 6.5 മീറ്ററാണ്. സ്വർണം പൂശിയ ബെർലിയം കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ മെച്ചപ്പെട്ട പ്രതിഫലനം ലഭിക്കുന്നതിനാണ് കണ്ണാടിയിൽ സ്വർണം പൂശിയിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ നിരീക്ഷണങ്ങൾ നടത്താൻ ജെയിംസ് വെബിന് -220 ഡിഗ്രി താപനിലയിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള സംവിധാനങ്ങളും ഇതിലുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു വലിയ സൺഷീൽഡും ഇതിലുണ്ട്. ഇത്രയും വലിയ ഈ പേടകത്തെ റോക്കറ്റിൽ കയറ്റിക്കൊണ്ടു പോകാൻ സാധ്യമല്ലാത്തതിനാൽ ഇതിൻ്റെ സൺഷീൽഡും മറ്റു ഭാഗങ്ങളും മടക്കിയാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിനു ശേഷം അതിൻ്റെ യഥാസ്ഥാനത്തെത്തിയ ശേഷം മടക്കുകൾ നിവർത്തി അതിൻ്റെ യഥാർത്ഥ രൂപത്തിലാവുകയും ചെയ്യും. ഏകദേശം 10 വർഷത്തെ കാലയളവാണ് ജെയിംസ് വെബിന് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അതിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ച വിജ്ഞാനീയത്തിലും പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജെയിംസ് വെബ് ടെലസ്കോപ്പിന് കഴിയും. 1996 ഇങ്ങനെയൊരു സംരംഭത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രൂപം കൊള്ളുന്നത്. 17 രാജ്യങ്ങളുടെ ഒരു സംയുക്ത സംരംഭമാണിത്. നാസയുടെ 2ാമത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ജെയിംസ് ഇ വെബിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.